എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ, അതായത് ഒരുപാട് കുട്ടികൾ UK ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വരുന്നുണ്ട്. അതായത് MSc ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വരുന്നുണ്ട്, MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വരുന്നുണ്ട്, ഡിപ്ലോമ കോഴ്സിലൊക്കെ പഠിക്കാൻ വരുന്നുണ്ട്. ഈ പഠിക്കാൻ വരുന്നതിന് മുന്നേ, അതുപോലെ തന്നെ UK എത്തുന്നതിന് മുന്നേ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ബെനിഫിറ്റുകൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് UK പഠിക്കാൻ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വരുന്നതിന് മുന്നേ നിങ്ങൾ നാട്ടിൽ വെച്ച് ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചിട്ടാണ് ഞാനീ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ ടോപ്പിക്ക് പറയുന്നതിന് മുന്നേ നമുക്കറിയാം, എൻ്റെ പേര് ജിറ്റോ എന്നാണ്. നമുക്ക് കേരളത്തിലൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരാണ് InternetLeadsTraining.com. കേരളത്തിലെ തന്നെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. 1500ഓളം റിവ്യൂസ് ഉണ്ട്. നിങ്ങളെ വെബ്സൈറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. 1500ഓളം റിവ്യൂസ് ഉണ്ട്. ഏത് കീവേഡ് അടിച്ചാലും നമ്മുടെ സൈറ്റാണ് ടോപ്പ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും നമുക്ക് ഒരുപാട് ഫോളോവർ ഉണ്ട്. അതേപോലെ നമുക്ക് ആപ്പുണ്ട്, ആപ്പ് എനേബിൾഡ് ലേണിംഗ് ഉള്ളതാണ്. അതേപോലെ നമുക്ക് ജോബ് സൈറ്റ് ഉണ്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെയൊക്കെ. അതേപോലെ നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് 2 മന്ത് കോഴ്സാണ്. 2 മന്ത് പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ്. ലാപ്ടോപ്പ് നിർബന്ധമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അഡ്മിഷൻ തരൂ. രാത്രി 9 മണി തൊട്ട് 10 വരെയാണ് നമ്മുടെ ക്ലാസ്. 6ഓളം ട്രെയിനർമാരെടുക്കുന്നതാണ്. ഫുള്ളി പ്രാക്ടിക്കലാണ്, ലൈവാണ്, ഓൺലൈനാണ്, ഇൻറ്ററാക്റ്റീവാണ്. അതേപോലെ തന്നെ സർട്ടിഫിക്കേഷൻ ഉള്ളതാണ്. JNX യൂണിവേഴ്സിറ്റിയുടെ, സ്റ്റഡ് കൗൺസിലിൻ്റെ, ഗൂഗിളിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. ഫുള്ളി പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ്. എല്ലാ ടോപ്പിക്കും ഉണ്ട്. SEO, ഗൂഗിൾ ആഡ്, ഫേസ്ബുക്ക്, ഇമെയിൽ, ലിങ്ക്ഡിൻ, അതേപോലെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, കണ്ടൻറ് റൈറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. ഇപ്പോൾ ഇതൊരു 2 മന്തിൻ്റെ കോഴ്സാണ്. കോഴ്സ് ഫീ എന്ന് പറയുന്നത് 20,000 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോഴ്സ്. അപ്പോൾ നിങ്ങളിത് പഠിക്കുന്നതിന് മുന്നേ, ഇവിടെ വരുന്നതിന് മുന്നേ ഈ കോഴ്സിനെ കുറിച്ചൊക്കെ അത്യാവശ്യം ചെയ്തിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഇപ്പോൾ കോഴ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻഫോർമേഷൻ അറിയണമെങ്കിൽ താഴെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും, വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഞാനാണെങ്കിൽ ഒരുപാട് ടോപ്പിക്ക് എടുക്കുന്നതാണ്. ഞാൻ ഇവിടെ നിന്നിട്ട് ലണ്ടനിൽ നിന്നിട്ട് എടുക്കുന്നതാണ് ഒരുപാട് ടോപ്പിക്ക്. ഓക്കെ, ഇനി നമ്മുടെ മാറ്ററിലേക്ക് വരാം. നിങ്ങൾ ഇപ്പോൾ UK ഒരുപാട് കുട്ടികൾ പഠിക്കാൻ വരാറുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ ചിലവർ എടുക്കുന്നത് MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അതേപോലെ തന്നെ ചിലവർ MSc ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങളും യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടൊക്കെയാണ് ഞാനിന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്, അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. മിനിമം ഒരു 5 ഇയറെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം MBA ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരുപാട് ടോപ്പിക്കില്ല. ഓക്കെ, ഇപ്പം ഞാൻ MBA ഡിജിറ്റൽ മാർക്കറ്റിംഗാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കോളേജും അതിൻ്റെ റിവ്യൂസൊക്കെ ഞാനൊരു കമ്മിങ് വീഡിയോസിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ബേസിക്കലി MBA ഡിജിറ്റൽ മാർക്കറ്റിംഗാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് വലിയ വലിയ പ്രൊജക്റ്റുകളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാം. അപ്പോൾ MBA ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചും, അതേപോലെ ലീഡർഷിപ്പിനെ കുറിച്ചും, ലീഡിങ് ആൻഡ് മാനേജിങ് ബിസിനസ്സിനെ കുറിച്ചും, പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. പിന്നെ സെക്കൻഡ് ടൈമിലാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡെപ്തിൽ പഠിക്കാൻ പറ്റില്ല. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊജക്റ്റ് മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ബേസിക്കലി കവർ ചെയ്യുന്നത്. ഏതിൽ? MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഇവിടെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുകയും ചെയ്യും. ഒരു ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടും. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് പഠിക്കേണ്ട, നിങ്ങൾക്ക് അത്യാവശ്യം അറിയാം. നിങ്ങൾക്ക് പഠിക്കേണ്ട കുറച്ച് മാനേജ്മെൻറ്റ് കാര്യങ്ങളാണ്. അതിൻ്റെ ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ 1 ഇയറിൽ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പാർട്ട് ടൈം ജോബ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ കണ്ടെത്താം, ഫ്രീലാൻസ് ജോബുകൾ കണ്ടെത്താം, ഇഷ്ടംപോലെ കണ്ടെത്താം. എനിക്ക് ഓൾറെഡി അങ്ങനത്തെ പ്രൊജക്റ്റ് ഉണ്ട്. അതുപോലെ 1 ഇയർ കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ഇവിടെ തന്നെ നല്ല ജോബ് കിട്ടാം എന്നാണ് ഒരുപാട് ഡിമാൻഡുള്ളതാണ്. ഓക്കെ, MBA ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് ഒരുപാട് ഡിമാൻഡുള്ള സമയമാണിപ്പോൾ. ഓക്കെ, ഇനി നിങ്ങൾ ഇപ്പോൾ ഡിഗ്രി റീസെൻ്റ്ലി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ,
ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല എങ്കിൽ നിങ്ങൾ MSc ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുത്താൽ മതി. MSc ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ചും കൂടി ടെക്നിക്കൽ കൂടുതലാണ്. നിങ്ങൾ 1 ഇയർ ഫുൾ ടൈം ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളെ പഠിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിയാൻ പറ്റും, കുറച്ചും കൂടി ഡെപ്ത് നോളജ് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ MSc ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് എടുക്കുന്നത്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചൊന്നും അറിയുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയുടെ തുടക്കം പറഞ്ഞ പോലെ ഒരു 2 മന്തിൻ്റെ കോഴ്സ് ചെയ്തിട്ട് വരാം. അത് നിങ്ങളെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വരുന്നതിന് മുന്നേ തന്നെ ടോപ്പിക്കിനെ കുറിച്ച് നല്ലൊരു നോളജ് കിട്ടും. ഈവൻ ആ 2 മന്തിൻ്റെ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇവിടെ വരുമ്പോൾ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പാർട്ട് ടൈം ജോബോ ഫ്രീലാൻസ് ജോബൊക്കെ എടുക്കാവുന്ന ഒരു കപ്പാസിറ്റിയിലേക്ക് വേണമെങ്കിൽ വരാനും പറ്റും. ഓക്കെ, അപ്പോൾ MSc ആണെങ്കിൽ നിങ്ങൾ 2 മന്തിൻ്റെ കോഴ്സ് ചെയ്തിട്ട് വരാം, കുറച്ച് ഡെപ്തിൽ പഠിക്കുക. നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ചെയ്യേണ്ടത്. ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് ഒരുപാട് ഡിമാൻഡ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 2 ഇയറൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സാലറി ഒക്കെ നോക്കുകയാണെങ്കിൽ മിനിമം 2 ലക്ഷം രൂപ ഇവിടെ കിട്ടും. 2 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം രൂപ മിനിമം കിട്ടും. ഇനി നിങ്ങൾക്കൊരു 5, 6 ഇയർ 7 ഇയറൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് മിനിമം 4 ലക്ഷം 5 ലക്ഷം 6 ലക്ഷം രൂപ വരെ ഇവിടെ മിനിമം കിട്ടാം. പിന്നെ കൂടാതെ നിങ്ങൾക്ക് ഫ്രീലാൻസും മറ്റ് പ്രൊജക്റ്റുകളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, മിക്കവരും ഇവിടെ ഹൈബ്രിഡ് മോഡൽ ഓഫ് വർക്കിംഗ് ആണ് നടത്തുന്നത്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ ചിലപ്പോൾ 2 ദിവസം ഓഫീസിൽ പോയാൽ മതി, 3 ദിവസം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു UK പഠിക്കാൻ വരുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ പഠിക്കാൻ വരുമ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം വരാൻ. ഓക്കെ, ഇപ്പം ഞാനിവിടെ MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതാണ്. എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഏജൻസി ഉണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ വന്നത് തന്നെ എനിക്ക് പ്രൊജക്റ്റുകൾ കണ്ടുപിടിക്കാനും ഒരുപാട് നെറ്റ്വർക്കുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വരുന്നതിന് മുന്നേ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഇവിടെ UK ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ഒരു വെബ്സൈറ്റ് വരെ ഉണ്ടാക്കിയിട്ടാണ് ഞാനിങ്ങോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വന്നിട്ട് പ്രൊമോട്ട് ചെയ്യാം, നാട്ടിൽ ചെയ്തതുപോലെ തന്നെ ഇവിടെയും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ നിങ്ങളൊരു പ്രിപ്പറേഷൻസ് നടത്തി വന്നാൽ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ നല്ല ബെനിഫിറ്റ് ആവും. അല്ലെങ്കിൽ നിങ്ങൾ തുടക്കമേ തൊട്ട് 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി സക്സസ് ആവാനുള്ള ചാൻസ് കുറയും. ഓക്കെ, ഇതൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നമുക്കറിയാലോ UK എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുമാത്രം ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലായാലും എസ്പെഷ്യലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡാണ്. അപ്പോൾ ഈ ടെക്നിക്കലി നിങ്ങൾ എത്രയോ പഠിച്ചിട്ട് വരുന്നു അത്രയ്ക്കും നല്ലതാണ്. കാരണം ഇവിടുത്തെ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ട്രെയിനിങ് അല്ല. ബേസിക്കലി അവർ ഓരോ ടോപ്പിക്കിനും ഡെപ്തിലെടുക്കില്ല. നമ്മൾ തന്നെ കുറേ പഠിക്കണം, നമ്മൾ തന്നെ എഫേർട്ട് ഇടണം. അപ്പോൾ അത്യാവശ്യം ആ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്കത് പിക്കപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഗ്രേഡിങ് സിസ്റ്റം ഒക്കെ ഇവിടെ ഉണ്ട്. ഇത്ര പെർസെൻറ്റേജ് മാർക്കുകൾ ഇത്ര മാർക്ക് കിട്ടും, അല്ലെങ്കിൽ ഇത്ര ഗ്രേഡ് എന്നൊക്കെ ഉള്ളതുണ്ട്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കത് ജോബ് കിട്ടുമ്പോഴായാലും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ പഠിക്കാൻ വരുന്നതിന് മുമ്പ് അത്യാവശ്യം ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ നടത്താം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാത്തവരാണെങ്കിൽ ഒരു കോഴ്സ് ചെയ്തിട്ട് വരാം, നമ്മളതിൻ്റെ കോഴ്സ് കൊടുക്കുന്നതാണ്. ഇനി അറിഞ്ഞിട്ട് അത്യാവശ്യം അറിയണവരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിങ്ങളൊരു പേജ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഫ്രീലാൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നടത്തുകയോ നിങ്ങളുടെ നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ തന്നെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.